ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ കോസ്റ്റ് ഫംഗ്ഷനിൽ റവന്യൂ ഫംഗ്ഷൻ പറഞ്ഞു, കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ബ്രേക്ക് ഈവൻ പോയിന്റ് പറഞ്ഞൊരു പകുതിയായപ്പം വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം ഒരു ആഡ് കയറി വന്നു. അപ്പം പിന്നെ അത്രയും ഞാൻ കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതായിരുന്നു, കാരണം വീണ്ടും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. അതായത് ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല? പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, ലോസും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ബ്രേക്ക് ഈവൻ സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ഫംഗ്ഷനിൽ നിന്ന് നമ്മളോട് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റവന്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ആകുന്ന സ്റ്റേജ് ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്? അവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം റവന്യൂ എത്രയാണോ അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് വരുന്നത്. അപ്പം 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 30x ആണെന്ന് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു കോസ്റ്റ് എത്രയാണ്? 10,000ഉം ഫിക്സഡ് കോസ്റ്റ് 10,000 അല്ലായിരുന്നോ? പ്ലസ് പിന്നെ വേരിയബിൾ കോസ്റ്റ് 20x. ഇത്രയാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 20x എന്ത് ചെയ്യുക? ഇക്വേഷൻ്റെ പുറത്തോട്ട് വരുമ്പം 30x മൈനസ് 20x ആക്കുക. അപ്പം 10,000 ഇക്വേഷൻ്റെ അപ്പുറത്ത് വരും. അപ്പം 30x നിന്ന് 20x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10x ഇസ് ഈക്വൽ ടു 10,000 ആൻഡ് x ഇസ് ഈക്വൽ ടു 1000. അപ്പം ഈ ഒരു സ്റ്റേജാണ് അവരുടെ ബ്രേക്ക് ഈവൻ. എക്സ് ഇസ് ഈക്വൽ ടു 1000 എപ്പോഴാണോ വരുന്നത് അവിടെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ഒരു സ്റ്റേജിൽ അവർക്ക് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഒരു ടോപ്പിക്കാണ് പറയുന്നത്, ലിമിറ്റ്സ്. +2 മാത്സ് എടുത്തതും സയൻസ് എടുത്തവർക്കൊക്കെ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരിക്കും, ലിമിറ്റ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ടേം പറയണം, കാൽക്കുലസ്. ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്സിലുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്സ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണെന്ന് പറയുന്നത് കാൽക്കുലസ്. അതായത് ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ മാത്തമാറ്റിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽക്കുലസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബ്രാഞ്ചസ് ആണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. അപ്പം ഈ ഡിഫറൻസിയേഷൻ്റെ ബേസിക്കാണ് എന്ന് പറയുന്നത് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഡിഫറൻസിയേഷൻ ബേസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻസിയേഷൻ പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ലിമിറ്റ്സ് എന്നുള്ളത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസിയേഷൻ പഠിക്കണം, കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേഷനും പഠിക്കണം. അപ്പം ആദ്യം നമുക്ക് പറയുന്നത് ലിമിറ്റ്സ്. അതായത് ഇവിടെ പറയുന്നത് ഒരു എക്സിൻ്റെ ഒരു വാല്യൂ, ഒരു ലിമിറ്റ്സ് 2 പറഞ്ഞിട്ട് ഇപ്പം 2 ആണ്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞിട്ട് എയിലോട്ട് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ലിമിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് LT എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ LMT എന്ന് പറഞ്ഞിട്ടോ ഒക്കെ എന്ത് ചെയ്യുക? ലിമിറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പം ലിമിറ്റ് x ടെൻസ് ടു, ഈ ആരോ മാർക്കിന് എന്താ പറയുക? ടെൻസ് ടു അല്ലെങ്കിൽ അപ്രോച്ചിങ് ടു എന്നൊക്കെ പറയും കേട്ടോ. ടെൻസ് ടു ഓർ അപ്രോച്ചിങ് ടു. എ എന്ന് പറഞ്ഞ എന്താ മീനിങ്? നമ്മുടെ ലിമിറ്റ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? എയിലോട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ f(x) നമ്മുടെ ഫംഗ്ഷണൽ വാല്യൂ എത്ര എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അപ്രോച്ചിങ് ടു എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല, എക്സ് ഇസ് ഈക്വൽ ടു എ അല്ല. എന്താ പറയുന്നത്? എക്സ് അപ്രോച്ചിങ് ടു എ. ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, f(x) ഇസ് ഈക്വൽ ടു x+2. അതിൽ നമുക്കോട് പറയും എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആയാൽ എങ്ങനെയാണ്, എക്സ് ഇസ് ഈക്വൽ ടു 2 ആയാൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആ ഫംഗ്ഷനിൽ ചെയ്തത്. അവിടെ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. പക്ഷേ ലിമിറ്റിൽ എങ്ങനെയാണ് പറയുന്നത്? അപ്രോച്ചിങ് ടു 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഒരു പോയിൻ്റാണ് പറയുക. ആ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷണൽ വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ ലിമിറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. ആ ഒരു വാല്യൂലോട്ട് നമ്മുടെ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങുമ്പോൾ എന്തായിരിക്കും ഈ ഒരു ഫംഗ്ഷണൽ വാല്യൂ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നമുക്ക് പറയാം, ഒരു
നമ്പർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 വരും, ഇവിടെ 1 വരും, 2 3 -1 -2. ഇപ്പം ഇങ്ങനെ ഒരു നമ്പർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് പറയണേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് 2യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ y വാല്യൂ എത്രയെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതേപോലെ എന്ത് ചെയ്യാം, ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യാം. അതായത് 3 എന്താണ് ലെസ് ചെയ്ത് വന്നിട്ട് നമുക്ക് 2യിലോട്ട് അപ്രോച്ച് ചെയ്യാം, അതേപോലെ 0യിൽ നിന്ന് എന്ത് ചെയ്യാം 2യിലോട്ടും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് അപ്രോച്ച് ചെയ്തിൽ നടത്താൻ പറ്റും, ലിമിറ്റിൽ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഈ അപ്രോച്ച് ചെയ്തിട്ട് 2യിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഫങ്ഷണൽ വാല്യൂ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ലിമിറ്റിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. f of x is equal to x square എന്ന് തന്നു. അപ്പം if x tends to 2, what is the functional value? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പം നമ്മളെങ്ങനെ എഴുതും, LT x tends to 2 ആണ്. ലിമിറ്റ് x tends to 2, f of x എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. അപ്പം ഇവിടെ 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഇതായിരിക്കും എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ലിമിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. നമ്മളോട് ലിമിറ്റ് എക്സ് അപ്രോച്ചിങ് ടു 2 നമ്മളോട് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഫംഗ്ഷനായിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കുക, ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ, അപ്പോൾ 4 - 4 ഡിവൈഡ് ബൈ ഇവിടെ എന്ത് വന്നു 2 - 2 ഇസ് ഈക്വൽ ടു 0/0 എന്നാണ്. എന്താണ് ഈ 0/0 വന്നാലുള്ള പ്രത്യേകത, ഇപ്പം 0/2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, മീനിങ് എന്താ വരുന്നത്, 0 ആണ്. കാരണം എന്താണ്, ന്യൂമറേറ്റർ 0 വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ആൻസർ ഉണ്ട്. പക്ഷേ 2/0 വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്നാണ് പറയുന്നത്, ഇൻഡിറ്റർമിനേറ്റ് ആണ്. എന്താ പറയുന്നത്, ഇൻഡിറ്റർമിനേറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമുക്കറിയാം ഒരു 2ൽ എത്ര 0 പോകുമെന്ന് ചോദിച്ചാൽ അതെന്താണ്, ഡിഫൈൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, ഈ ഒരു ലിമിറ്റ് തിയറിയൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0/0 ആണ്. അതെന്താണ്, അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതായത് നമുക്കത് ഡിഫൈൻ ചെയ്യാത്ത ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വാല്യൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ ലിമിറ്റ് തിയറത്തിലൂടെ നമുക്ക് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്, അതായത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് തിയറത്തിൽ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പം ഇവിടെ 0 1 2 ഇവിടെ 0 വന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് 2യിലോട്ട്, അല്ലെങ്കിൽ 2 വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി, നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ആയി. അതായത് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോകുമ്പം 2 എടുക്കാതെ 1.999 എടുക്കാം. അതേപോലെ തന്നെ ഇതിലൂടെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് 2.001 കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നമുക്കിതിൻ്റെ വാല്യൂ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഒരു ലിമിറ്റ് തിയറിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫങ്ഷൻസും ലിമിറ്റ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് അല്ലെങ്കിൽ താഴെ ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് ഏതിലൂടെ നമുക്ക് സോൾവ് ചെയ്തിട്ടെടുക്കാം, ഈ ഒരു ലിമിറ്റ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്തിട്ടെടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ലിമിറ്റ്സിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടെക്നിക്സുകളുണ്ട്. There are important 3 techniques to evaluate the limits. അതായത് ഒന്നാമത് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്.
രണ്ടാമത് ഫാക്ടറൈസേഷൻ ഉണ്ട്, മൂന്നാമത് റാഷണലൈസേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒന്നും പറയുന്നില്ല, നമുക്ക് തരുന്ന വാല്യൂ എന്താണോ അത് നമ്മൾ ആ എക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് ആ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. എന്താണ്? ഇഫ് ലിമിറ്റ് x tends to 0, what is the value of the function x square plus 1? ഇതാണ് എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പം ലിമിറ്റ് എന്ന് പറയുന്നത് 0 പോകുമ്പോൾ എന്താ പറഞ്ഞത്? എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഫംഗ്ഷന് വാല്യൂ എന്താണ്? അപ്പോൾ എന്താ ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം, ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആ ഒരു ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പം ഇത്ര സിമ്പിളാണിത്. എന്താണോ എക്സിൻ്റെ വാല്യൂ വരുന്നത് അവിടെ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ലിമിറ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ വരുന്നുള്ളൂ. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ലിമിറ്റ് x tends to 2, what is the functional value for the function x square plus 2x plus 1? 2x plus 1 അപ്പോൾ എന്ത് വരും? അപ്പോൾ എങ്ങനെ എഴുതണം നമ്മൾ? ലിമിറ്റ് പിന്നെ നമ്മൾ ഈ എന്താണ് എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ ലിമിറ്റ് എന്നുള്ളത് ഈ ഒരു രീതിയിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അത് മാറ്റി എഴുതണം. എപ്പോഴാണോ നമ്മൾ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള എഴുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? എക്സ് 2 സ്ക്വയർ പ്ലസ് 2 × 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4 പ്ലസ് 4 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 9. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ലിമിറ്റ് x tends to 4, find out the functional value 4x plus 3 divided by x minus 2 is equal to എന്ത് വരും? 4 × 4 plus 3 divided by 4 minus 2 is equal to 16 plus 3 divided by 2 is equal to 19 divided by 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ലിമിറ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് പറയുന്ന മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. പറഞ്ഞത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇവിടെ നമുക്കറിയാം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് എന്ത് പറയുന്നത്? ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ നേരത്തെ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്തായിരുന്നു? ലിമിറ്റ് x tends to 2, x square minus 4 divided by x minus 2. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ അതായത് ഈ ഡിനോമിനേറ്റർ എന്ത് വന്നു? ഇപ്പം എക്സിൻ്റെ വാല്യൂ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 2 - 2 0 വന്നു കഴിഞ്ഞു. അപ്പം ഇതെന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് എന്താണ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറ്റാതാവുമ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ട ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻഡിറ്റർമിനേറ്റ് അതായത് നോട്ട് ഡിഫൈൻഡ് ഫോം കിട്ടി കഴിഞ്ഞാൽ അത് എപ്പോഴേ കിട്ടുള്ളൂ? ഡിനോമിനേറ്റർ 0 ആണോ എന്ന് നോക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിന്നെ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമുക്കറിയാം ഈ ഒരു ടേം ഇവിടുന്ന് മാറി കിട്ടിയാൽ നമുക്ക് എന്ത് പറ്റും? ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം x സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ? x സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ് അല്ലേ? ഡിവൈഡ് ബൈ x മൈനസ് 2. അപ്പോൾ x സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഇതിൻ്റെ
ഇതെങ്ങനെ എഴുതാം നമുക്ക്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? അപ്പം ഈ ഒരു രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എങ്ങനെ എഴുതും നമ്മൾ? എ മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ താഴെയുള്ള എക്സ് മൈനസ് ടു അതുപോലെ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു എക്സ് മൈനസ് ടു ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് ടു ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടിനും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്ത് ലാസ്റ്റ് അവിടെ എന്തേ ഉള്ളൂ? എക്സ് പ്ലസ് ടു ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ടേം അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ ആദ്യം എഴുതുമ്പോഴൊക്കെ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞിട്ട് എഴുതണേ. ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. അതായത് ഇവിടെയൊക്കെ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 അങ്ങനെ പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴാണോ ആഡ് ചെയ്യുന്നത് അപ്പം മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ലിമിറ്റ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ടെൻസ് ടു 2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്വൽ ടു വരത്തില്ല, എക്സ് പ്ലസ് 2 വന്നു. അപ്പം ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാണ്? 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 4. ഇതാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. If limit x tends to 3 x square minus 5x plus 6 divided by x square minus 9. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലിമിറ്റ് എന്താണ്? എക്സ് ടെൻസ് ടു എത്രയാണെന്ന് പറയുന്നത്? എക്സ് ടെൻസ് ടു 3 ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നുണ്ടോയെന്ന്. പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുന്നിടത്ത് നമ്മൾ 3 സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 9. അപ്പം 3 സ്ക്വയർ 9, 9 മൈനസ് 9 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയി കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ മുകളിലുള്ള ടേം നമുക്ക് ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളത് പഠിച്ചതാണ്. അതായത് ഇൻറ്റു ചെയ്യുമ്പം പ്ലസ് 6ഉം ആഡ് ചെയ്യുമ്പം എന്താ പറയുന്നത്? -5 വരുന്ന രണ്ട് ടേംസ് ഏതാണെന്നുള്ളത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 5x പ്ലസ് 6. ഇത് നമ്മളെപ്പോഴും നോക്കുക, ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്പ്ലിറ്റിംഗ് മെത്തേഡിലോട്ട് നമ്മുടെ കാൽക്കുലേഷൻ കൊണ്ടുപോകണം. ഇത് കോഎഫിഷ്യൻറ്റ് x1 ആയതുകൊണ്ടാണ് നമുക്ക് നേരിട്ടത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? -2 ആൻഡ് -3 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ -5ഉം അത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 6ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ, ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. ഞാൻ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പോൾ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ, ഇത് ഏത് ഫോമാറ്റിലാണ്? നേരത്തെ പറഞ്ഞു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള ആ ഒരു എലമെൻസും അതുപോലെ എഴുതാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ്, ബി എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ. അപ്പം ഇവിടെ ഒരു എക്സ് മൈനസ് 3 ഉണ്ട്, ഇവിടെയും ഒരു എക്സ് മൈനസ് 3 ഉണ്ട്. അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം അടുത്തത് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 എന്ന് വരും. ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. അതായത് 3 മൈനസ് 2 ഡിവൈഡ് ബൈ 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 1/3.
6. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം 2 മെത്തേഡ് പറഞ്ഞു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ റാഷണലൈസേഷൻ മെത്തേഡ് നാളെ പറയാം. അപ്പം ഇതൊന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്തല്ല, നമ്മൾ ഫങ്ഷൻസിൻ്റെ വാല്യൂ ചെയ്യുന്നത് പോലെ x = എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ ഒരു എന്താണ് ലിമിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പം എന്താണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. Find limit x tends to 2 x² plus 5x minus 14 divided by x minus 2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്താണ്, ഈ എക്സിൻ്റെ സ്ഥലത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, താഴെ ഡിനോമിനേറ്റർ 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് മെത്തേഡിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് 2 ഫാക്ടേഴ്സായിട്ട്, അതിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, x² plus 5x minus 14 ആണ്. 14 അതാണ്, അതായത് x² plus 5x minus 14 എന്താണ്, ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരുന്നു, -14ഉം ആഡ് ചെയ്യുമ്പോൾ +5ഉം വരണമെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും, 7 ആൻഡ് -2. -2 ഇൻറ്റു 7 ആണ് എന്തെന്ന് പറയുന്നത്, -14 എന്ന് പറയുന്നത്. +7 plus -2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, +5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് എങ്ങനെ ആക്കിയിട്ട് എഴുതാം, നമ്മുടെ എക്സിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ ആക്കിയിട്ട് എഴുതാം, x പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു 2. മുകളിൽ ഈ ഒരു ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം, x plus 7 ഇൻറ്റു x minus 2 ആൻഡ് താഴെയുള്ള x minus 2 അതുപോലെ എഴുതി വെക്കാം. അപ്പം ഈ x minus 2ഉം ഈ x minus 2 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്ക് കിട്ടുന്നത് പറയുന്നതാണ് ലിമിറ്റ് x ടെൻസ് ടു 2 x plus 7 കിട്ടും. സീക്വൽ ടു എന്ത് വന്നു, 2ൻ്റെ സ്ഥലത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പം 2 plus 7 = 9. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമ്മൾ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം 1-2 ഇച്ചിരി കൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് 2-3 പ്രോബ്ലംസ് കൂടി വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഹോംവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.